ബി ജെ പിക്ക് 45 വയസ്സ്. ഈ 45 വർഷങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി വരുന്നത് ഒട്ടും യാദൃശ്യമായിട്ടല്ല. 1946 ഇന്ത്യയിലെ ഇൻ്ററിം ഗവൺമെൻറ് വന്നു. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൈമാറുന്നതിന് മുമ്പ് തന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻ്ററിം ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ സ്വാതന്ത്ര്യം ഏത് നിമിഷവും പ്രഖ്യാപിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് എല്ലാ പാർട്ടികളുടെയും, അന്ന് രാജ്യത്ത് നിലവിലുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ ചേർത്തിട്ടുള്ളതായിരുന്നു ആ ഇടക്കാല ഗവൺമെൻറ്. അതിൽ ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായി, വ്യവസായ വകുപ്പ് മന്ത്രിയായി. അത് പിന്നെ ഹിന്ദു മഹാസഭ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായതുകൊണ്ടാണ് അതിൻ്റെ പ്രതിനിധിയായ അദ്ദേഹം വന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി, ഈ ഇൻ്ററിം ഗവൺമെൻറ് ഒരു തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഗവൺമെൻറ്റിന് മുമ്പ് തന്നെ ഈ മുസ്ലിം പ്രീണനവും പാകിസ്ഥാന് വേണ്ടിയുള്ള അവിഹിതമായ സഹായങ്ങളും നെഹ്റു ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കാശ്മീർ പ്രശ്നത്തിൽ നെഹ്റു പക്ഷപാതപരമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിലൊക്കെ ശ്യാമപ്രസാദ് മുഖർജിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ പല നയങ്ങളോടും അദ്ദേഹത്തിന് വിമർശനാത്മകമായ സമീപനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ മതപ്രീണന സ്വഭാവത്തോട്. ഇപ്പോൾ കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്നതൊക്കെ പിന്നീടാണെങ്കിലും അതിനുള്ള പക്ഷപാതപരമായൊരു സമീപനം അദ്ദേഹത്തിൻ്റെ എല്ലാ നയങ്ങളിലും ഉണ്ടായിരുന്നു. ഇതിനെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടും നെഹ്റുവിൻ്റെ നയങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും ശ്യാമപ്രസാദ് മുഖർജി നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ട് അദ്ദേഹം പുറത്തു വന്ന് RSSൻ്റെ പ്രേരണയാൽ രൂപം കൊടുത്താണ് ഭാരതീയ ജനസംഘ്. 1951 ഭാരതീയ ജനസംഘ് നിലവിൽ വന്നു. ഭാരതീയ ജനസംഘ് രൂപീകരിച്ച് അതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം കാശ്മീരിലേക്ക് നെഹ്റു പ്രീണന നയങ്ങൾക്കെതിരെ ഉള്ള അദ്ദേഹത്തിൻ്റെ കാശ്മീരിൽ ദേശീയ പതാക ഉയർത്തണം, അത് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയായിരുന്നു. കാശ്മീരിലേക്ക് അദ്ദേഹം ഒരു പദയാത്ര പോയി. ആ വേളയിൽ അദ്ദേഹം മരണമടയാനിടയായി. അങ്ങനെ ഭാരതീയ ജനസംഘം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായാണ് പിന്നീട് അതിനെ നയിച്ചത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ത്യാഗവും സമർപ്പണ ബുദ്ധിയും കൊണ്ട് അത് കുറേ കാലം മുന്നോട്ട് പോയി. 60-67 ആയപ്പോഴേക്കും ഭാരതീയ ജനസംഘം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ദുർബലമായ സംഘടന എന്ന നിലയിലാണ് രാഷ്ട്രീയമായി. പക്ഷേ അപ്പോഴേക്കും നെഹ്റുവിൻ്റെ ഒരു വലിയൊരു നെഹ്റുവിനൊരു കൃത്രിമമായ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അദ്ദേഹം പുറമേ ഒരു കാൽപ്പനികനെ പോലെ പെരുമാറി. ബട്ടൺ ഹോളിൽ അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ ബട്ടൺ ഹോളിൽ ഒരു റോസാപ്പൂവൊക്കെ വെച്ച് ചാച്ചാ നെഹ്റു എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിച്ചു. വളരെ മനോഹരമായി സംസാരിച്ചു ഒക്കെ അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുക്കുന്ന, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ നെഹ്റുവിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ ഭാരതീയ ജനസംഘം ഇങ്ങനെ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കും, നാമമാത്രമായ സീറ്റിലൊക്കെ ജയിക്കും, അങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ ആധിപത്യം, നെഹ്റു മരിച്ചു, ശാസ്ത്രി വന്നു, ഇന്ദിരാഗാന്ധിയുടെ ആധിപത്യകാലത്ത് എമർജൻസി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ആഭ്യന്തര എമർജൻസി. കാരണം ഇന്ത്യയിൽ ആഭ്യന്തര എമർജൻസി പ്രഖ്യാപിക്കാൻ കാരണം ടോട്ടൽ റെവല്യൂഷൻ എന്ന ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റ് ബീഹാർ കേന്ദ്രീകരിച്ച് അന്ന് ഈ ലല്ലു പ്രസാദ് യാദവൊക്കെ പാറ്റ്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. അങ്ങനെ യുവാക്കളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും എല്ലാം കൂടെ നേതൃത്വത്തിൽ ജയപ്രകാശ് നാരായണൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തെ ഒരു ആത്മീയ ഗുരുവായി കണ്ടുകൊണ്ട് ഇന്ത്യൻ യുവത്വം മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശബ്ദിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇന്ദിരാഗാന്ധി പലതവണ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തു, സംഘടനാ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കി. അതിന് പല പരീക്ഷണങ്ങളും ഇന്ത്യൻ പൊളിറ്റിക്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോട്ടൽ റെവല്യൂഷൻ തന്നെ നിഷ്കാസിതയാക്കാൻ വേണ്ടിയുള്ള
ഒരു റവല്യൂഷനാണ് എന്ന് ധരിക്കുകയും അവർ ഗത്യന്തരമില്ലാതെ ആഭ്യന്തര കലാപം എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇതിനെ കർബ് ചെയ്യാനെന്ന ഭാവത്തിലാണ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത് 1975. അപ്പോൾ ആ എമർജൻസിയിൽ മനുഷ്യന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ല, പത്രസ്വാതന്ത്ര്യമില്ല, എല്ലാം ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും പറയുന്ന ആണ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19 19 ഇവിടെ വേണ്ട, 20 മതി. 20 പരിപാടി ഇന്ദിരാഗാന്ധി ഒരു 20 പരിപാടി പ്രഖ്യാപിച്ചിരുന്നു. അന്നൊരു കാർട്ടൂണായത് 19 മാറ്റി 20 ആക്കിയത്. അപ്പോൾ 20 പരിപാടിയുടെ പ്രചാരണം കൊണ്ട് ഔദ്യോഗിക മാധ്യമങ്ങൾ റേഡിയോയും അന്ന് ഡൽഹിയിൽ മാത്രമൊക്കെ ഉള്ളൂ ടെലിവിഷനൊക്കെ നിറഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് സത്യം അറിയാനുള്ളൊരു മാർഗവുമില്ല. ആ തരത്തിൽ ഒരു ഭീകരമായ രാത്രി ഇന്ത്യൻ പൊളിറ്റിക്സിൽ നീണ്ട 19 മാസക്കാലം നിലനിന്നു. അപ്പോഴാണ് ഇന്ത്യയിലെ ഈ പൊളിറ്റിക്സ് കോൺഗ്രസ്സിന് ബദലായി ഒരു പ്രസ്ഥാനം ഉയരണം എന്ന് പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും കൂടെ തീരുമാനിക്കുകയും ജനതാ പാർട്ടി രൂപം കൊള്ളുകയും ചെയ്തത്. ഈ ജനതാ പാർട്ടി ഇന്ദിരാഗാന്ധിയെ എമർജൻസി കഴിഞ്ഞിട്ട് അവർ 1977 എമർജൻസി ലിഫ്റ്റ് ചെയ്തു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഫെബ്രുവരിയിൽ ലിഫ്റ്റ് ചെയ്തു, മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു. ഇന്ത്യൻ പൊളിറ്റിക്സിൽ കോൺഗ്രസ് തോക്കാം എന്ന് ആദ്യം തെളിഞ്ഞ അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി തോറ്റു, പിന്നെ കോൺഗ്രസും അടപടലെ ഇന്ത്യ മുഴുവൻ തോറ്റു. സഞ്ജയ് ഗാന്ധി അടക്കം റായ്ബറേലിയും അമേദിയും ഒക്കെ തോറ്റു. ഇന്ത്യയിലൊരു ഭൂകമ്പം ഉണ്ടായ പ്രതീതിയായിരുന്നു അത്. കോൺഗ്രസ്സിലെല്ലാവരും തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന ഈ മഹാഭൂകമ്പം ഏശാത്ത ഒരു പ്രദേശമായിരുന്നു കേരളം. കേരളത്തിൽ എമർജൻസി എക്സസ് ഒന്നും ജനങ്ങൾ അറിഞ്ഞില്ല, പത്രമില്ലാത്തതുകൊണ്ട്. ഇവിടെ പത്രങ്ങൾ വായിച്ച് മാത്രം കാര്യങ്ങൾ അറിയുന്ന സാക്ഷര സമൂഹമായ കേരളം എമർജൻസി എന്ന് പറയുന്നത്, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നല്ല ഒരു കാലമാണെന്നും എല്ലാം ചിട്ടയായി നടക്കുന്നു, പള്ളിക്കൂടങ്ങളൊക്കെ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നു, പോസ്റ്റ് ഓഫീസിൽ ചെന്ന ഇടപാടുകളൊക്കെ കൃത്യമായി നടക്കും, എഴുതാനുള്ള പേന വരെ പോസ്റ്റ് മാസ്റ്റർ കൊടുക്കും, എല്ലാം ഭംഗിയായിട്ട് ഓടുന്നു, ട്രെയിനുകൾ സമയത്ത് ഓടുന്നു. പക്ഷേ പോലീസിൻ്റെ അതിക്രമവും അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രി ഒരു പാവയാക്കി വെച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായ കെ കരുണാകരനും അന്നത്തെ പോലീസ് തലവന്മാരും ജയറാം പടിക്കലിനെ പോലെ, മരിച്ചുവെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, ജയറാം പടിക്കലിനെ പോലെയൊക്കെയുള്ള മധുസൂദനെ പോലെയുള്ള പോലീസുകാരെയും വെച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ തെറുവാഴ്ച ആരും അധികം കണ്ടില്ല. പി രാജനെ പോലെയുള്ളവർ ഉരുട്ടിക്കൊല്ലപ്പെട്ടു. വർക്കല വിജയൻ എന്നൊരു ആളുകൾ മരിച്ചു. നക്സലൈറ്റുകളെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ കൊണ്ടുപോയി തകർത്ത് കളയുന്ന ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇത് കേരളത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർ കോൺഗ്രസ്സിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്തു, 115 സീറ്റ്. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് തറപറ്റി. അങ്ങനെയാണ് മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്, സംഘടനാ കോൺഗ്രസ് കൂടെ ജനതാ പാർട്ടിയിൽ രൂപീകരിച്ചതാണ്. ഭാരതീയ ജനസംഘവും അന്നത്തെ സംഘടനാ കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ചായിരുന്നു ജനതാ പാർട്ടി എന്ന പരീക്ഷണം. ആ പരീക്ഷണം നീണ്ടു നിന്നില്ല, 3 വർഷമേ പോയുള്ളൂ. അതിൻ്റെ തകർച്ച, ആ ഗവൺമെൻറ്റിൻ്റെ വീഴ്ച, ഇതെല്ലാം സ്കൈലാബ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഷട്ടിൽ വീണ അതേ ദിവസം ജനതാ ഗവൺമെൻറ് പരാജയപ്പെട്ടു. ജനതാ ഗവൺമെൻറ്റും വീണു, മൊറാർജി ഗവൺമെൻറ് വീണു. ആ ചാരത്തിൽ നിന്നും 1980 ഉദയം ചെയ്തതാണ് ഇന്നേ ദിവസം 45 വർഷം മുമ്പ്, അതായത് ഏപ്രിൽ 6-ാം തീയതി. ഇന്ന് ശ്രീരാമ നവമിയാണ്, ദിനത്തിലുണ്ടായതാണ് BJP. ഇന്ന് BJP എന്താണ്? 17 കോടി അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അംഗബലമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി.